ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1826. ഇന്ന് ഡിസംബർ മാസം 30 ഈ ആണ്ടിലെ 365 ദിവസത്തിലെത്തി. സത്യത്തില് ഇന്നുകൊണ്ട് ഈ ആണ്ട് തീരേണ്ടതായിരുന്നു. ഈ ആണ്ടിന് അധിക വർഷം എന്ന പ്രത്യേകതയുള്ളതുകൊണ്ട് നമുക്കായിട്ട് ഒരു ദിനം എക്സ്ട്രാ കിട്ടുകയാണ്. അത് നാളെയാണ്. ഒന്നും അധികം കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അത് തിരിച്ചറിയുന്നേയില്ല. ക്രിസ്തുവേശു എപ്പോഴോ സങ്കടത്തോടെ പറഞ്ഞതുപോലെ മുത്തുകൾക്കൊക്കെ എന്തുമാത്രം മൂല്യമുണ്ട്, എന്തുമാത്രം മനോഹാരിതയുമുണ്ട്. അത് തിരിച്ചറിയാൻ പാടില്ലാത്ത ജീവികളുടെ മുമ്പിൽ അത് വെതറിയിട്ട് എന്താണ് ഗുണം? എന്തായാലും ഒരു പുതുവർഷത്തേക്ക് പ്രവേശിക്കാനായിട്ട് കാര്യമായി കണക്കുകൂട്ടിയാൽ അല്പം മണിക്കൂറുകളെ അവശേഷിക്കുന്നുള്ളൂ. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് ക്രിസ്തു ഹൃദയം പൊട്ടി പറയുന്നുണ്ട്. വിഭവങ്ങളും അവൻ്റെ വരവുകളുമൊക്കെ കണക്കിലധികം വർദ്ധിച്ചൊരു കാലത്തെക്കുറിച്ച് ആനന്ദിക്കുക എന്ന് അവൻ സ്വയം തീരുമാനിക്കുകയാണ്. അവൻ്റെ ആനന്ദം വളരെ നിമിഷ നേരത്തേക്ക് ദീർഘിപ്പിക്കുന്നുള്ളൂ. തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക. അങ്ങനെയായിരുന്നു ഏതാണ്ട് ഒരു വർഷക്കാലത്തെ ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം. അതിൻ്റെ 365-ാമത്തെ ദിനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ആത്മഭാരം തോന്നേണ്ടതാണ്. പ്രതീക്ഷയോടും പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൃതജ്ഞതയോടും വിനയത്തോടും കൂടി 2025 എങ്ങനെയാണ് നമ്മൾ പ്രവേശിക്കുക? കിട്ടിയതിനെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞ ഓരോരുത്തരും. എന്തായാലും സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങുന്നുണ്ട്. ഈ രാവ് തീരും മുമ്പ് ഞാൻ നിന്റെ ആത്മാവിനെ മടക്കിയെടുത്താൽ നിന്റെ വിഭവങ്ങൾ നീ സ്വരുക്കൂട്ടിയതൊക്കെ ആർക്കാവും? മരണ ഭയം വളരെ കഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു ഭയത്തിൽ ജീവിക്കേണ്ട ഗതികേട് ക്രിസ്തു അനുയായികൾക്ക് ഒരു നാളും വരികയുമരുത്. എന്നാൽ മരണബോധത്തിൽ ജീവിക്കണം. ഈ മരണബോധം എപ്പോഴോ നമ്മൾ കൈവിട്ടത് കൊണ്ടുകൂടിയാണ് നമ്മൾ ഇത്രത്തോളം നികൃഷ്ടരായി മാറിയത്, ശരിക്കും ധാർഷ്ട്യമുള്ള മനുഷ്യരായിട്ട് മാറിയത്. സഹജീവികളെ, ഒപ്പമുള്ളവരെ, ഉറ്റവരെ കാണാനോ കണ്ടെത്താനോ പറ്റാത്ത അന്ധരായി മാറിയതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതുവർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ മരണബോധത്തെ കൂടി ഉള്ളിൽ എവിടെയെങ്കിലും കാര്യമായിട്ട് കുടിയിരുത്തുക. ശവസംസ്കാര ശുശ്രൂഷയിൽ വായിച്ചു കേൾക്കുന്നുണ്ട് ഇങ്ങനെ പാദം മുതൽ കാൽവിരൽ മുതൽ മരണമരിച്ചെത്തുന്നതിനെ കുറിച്ച്. അത് അങ്ങേയറ്റം വരെ എത്തുമ്പോഴാണ് കടന്നു പോവുക. അതുകൊണ്ട് തന്നെ ആ മരണബോധത്തെ കാര്യമായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട്, ധ്യാനിച്ചു പോകാനായിട്ട് ഒരു തീരുമാനം എടുക്കുക. എപ്പോൾ വേണമെങ്കിലും ഒരു ചെറിയ കാറ്റിൽ ഉലഞ്ഞ് കെട്ടുപോകാവുന്നതാണ് ഈ ചെറു തിരുനാളം. അതിനപ്പുറത്തേക്ക് വലിയ വലിപ്പമൊന്നുമില്ല. അകത്തുള്ള ക്രിസ്തു വംശത്തിന് തന്നെയാണ് പ്രാധാന്യവും പ്രസക്തിയുമൊക്കെ. ആ ഒരു തിരിച്ചറിവിൽ കുറെ കൂടി മര്യാദയുള്ള മനുഷ്യരായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി മാറാം. ആമേൻ.